ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. അതിന് ഞാനിവിടെ ഒരു 3 സവോള തീരെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രയും ചെറുതാക്കാമോ അത്രയും ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, മുളക് പൊടി, പച്ചമുളക്, പൊടികൾ: കടലമാവ്, അരിപ്പൊടി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, എണ്ണ ആവശ്യത്തിന്. നമുക്ക് വെള്ളം ഇതിന് ആവശ്യം ഒട്ടും തന്നെ ഇല്ല. ഈ സവോള അരിഞ്ഞു വെച്ചതിലോട്ട് ഉപ്പ് നല്ലപോലെ ഇട്ടതിന് ശേഷം കുറച്ച് നേരം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കേണ്ട ഒട്ടും ആവശ്യമില്ല. അത് നല്ലപോലെ ഞെരടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം കിട്ടും. ഒരു 5-8 മിനിറ്റ് നേരം ഇതുപോലെ വെച്ചാൽ മതി. അതിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം കിട്ടും നമുക്ക്. ഞാൻ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് വെച്ചിരുന്നു. അതിൽ നിന്ന് വെള്ളം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ആ 3 സവോളയ്ക്ക് നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി. കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഓരോരുത്തരുടെ എരിവനുസരിച്ച് നമ്മൾ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, അതനുസരിച്ച് ചേർത്താൽ മതി. ഇവിടെ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങ് ചേർക്കുകയാണ്. ചിലവർ പൊടികളെല്ലാം കൂടെ സെപ്പറേറ്റ് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇത് നല്ലപോലെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ട ആവശ്യമുള്ള കടലമാവ്, ഇതിൻ്റെ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി. ഈ കടലമാവ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം. അത് ചേർത്ത് വരുമ്പം നല്ലപോലെ എല്ലായിടത്തും ആയോന്ന് നോക്കിയിട്ട് പോരാത്തുണ്ടെങ്കിൽ ഉപ്പും കടലമാവൂടും ചേർത്താൽ മതി. നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഉള്ളിവടയ്ക്ക് നമ്മൾ ചേർത്തതെല്ലാം നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പരത്തിയിടാം. നേരത്തെ പരത്തി വെക്കുകയോ അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് ഇടുകയോ എണ്ണയിലോട്ട് ഇടുകയോ ചെയ്യാം. നമ്മുടെ ഒരു വശം ഉള്ളിവടയുടെ ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിവട ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്കിനി എല്ലാം വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ ഉള്ളിവടയെല്ലാം റെഡിയായിട്ടുണ്ട്.